നീ എവിടെ പോകാൻ പോണടി? ഞാനാ ആ ഞാൻ വീട്ടിലോട്ട് വരുന്നു. നീ ഇന്നലെ ഇവിടെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയതല്ലേ? അത് ജോലിക്കല്ലേ, ഇന്റർവ്യൂ ഇല്ലായിരുന്നു, അതിന് പോയി. നീ എന്ന് ഈ ജോലി എന്നും പറഞ്ഞു ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് നീ ഇതുവരെ ആണല്ലോ ഇപ്പോഴാണല്ലോ ഇവിടെ വരുന്നത്. നീ ആ ജോലിനടുത്ത് തന്നെ അവിടെ ആ ജോലിനടുത്ത എവള് പിന്നെ ജോലി എന്നും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണേ അവക്ക്. ജോലിയുടെ കാര്യത്തിന് പോയതാണ്. അപ്പൊ ആ ജോലി ഇന്നും നാളെ ഓക്കെയാണ്. അപ്പൊ ജോലി കിട്ടപ്പോഴെന്തേടി നീ എന്ന് ഈ രാവിലെ ഇറങ്ങി പോയിട്ട് ജോലി ഓക്കെയാണ്, സർക്കാർ ജോലി ഓക്കെയാണെന്ന് പറയുന്നതല്ലാതെ ഈ ഇന്നുവരെ ജോലി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ വീട്ടിൽ ഇരുന്ന് 10 കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞു. ജോലി സർക്കാർ ജോലി ഇല്ലാതെ ഒരു കാര്യവും നടക്കൂല. 10 കൊച്ചിനെ ട്യൂഷൻ എടുത്താൽ നിനക്ക് ജീവിച്ചൂടാ? സർക്കാർ ജോലി തന്നെ വേണം. അവിടെ ഇരുന്ന് കുത്തി ഇരുന്ന് പഴഞ്ഞു കൊടുക്കണ്ടേ? ഇത് അപ്പൊ സർക്കാർ ജോലി ചെയ്യാൻ നമുക്ക് സർക്കാർ ഓഫീസിൽ ചെന്നിരുന്ന് നിനക്ക് ഉറങ്ങി ഇരിക്കാം. ഇവിടെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ പാട്. അതിന് പരീക്ഷ കിട്ടിയില്ലെങ്കിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നം വഴക്ക്. നീ ഇന്ന് എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്? 3 അതിൽ നീ ഏതെങ്കിലും ഒന്ന് പാസ്സാവോടി? ഒന്ന് പാസ്സാവും. എന്ന് അത് ഇന്ന് എന്തെങ്കിലും ഒന്ന് വിളിക്കും. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങടി ഈ വീട്ടിൽ നിന്ന്. എടി നീ ഇവിടെ 10 കൊച്ചുങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ പറഞ്ഞ 10 കൊച്ചുങ്ങളെ പഠിപ്പിരടി എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചുങ്ങളെ സെലക്ട് ചെയ്തപ്പോ നീ എന്തോ വേല കാണിക്കുന്നത്? നിനക്ക് ഇങ്ങനെ കറങ്ങി കിടക്കുന്ന സർക്കാർ ഓഫീസിൽ ചെന്നിരുന്ന് ഉറങ്ങാനാണടി? ഇന്ന് തൂങ്ങി ഇരിക്കാനാണടി? അതേ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടാ? നീ എത്ര ടെസ്റ്റുകൾ ഇത്ര വർഷത്തിനുള്ളിൽ നീ ഇത്ര 32 വയസ്സായില്ലേ നിനക്ക്? എടി പിന്നെ നീ എന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് നീ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? പറയുന്നത് മനസ്സിലാക്ക്. ജോലി കിട്ടിയാ ഓക്കെയാണ് എല്ലാം. ഉറങ്ങാൻ നാടെ പോയിരുന്നു എന്നിട്ട് ഉറങ്ങി സർക്കാരിന്റെ ശമ്പളം മേടിക്കാന്ന്. അത് ഈ വീട്ടിൽ നടക്കൂല. നീ മര്യാദക്ക് പോയി 10 കൊച്ചുങ്ങളെ ട്യൂഷൻ എടുത്ത് പൈസ കൊണ്ട് കഴിടി അരി മേടിക്കണം. നീ മനസ്സിലാക്കുന്ന ഇന്റർവ്യൂ കഴിഞ്ഞ് ഇപ്പൊ എന്തായാലും ഒന്ന് റെഡിയാണ്. അവര് പറഞ്ഞു എന്റെ അടുത്ത് ഓക്കെ ആണെന്ന്. സർക്കാർ ജോലി കിട്ടുമല്ലോ, സർക്കാർ ജോലി കിട്ടപ്പം അത് വരുമല്ലോ. താഴെ ഫോൺ വരുന്നു. ഹലോ, എനിക്ക് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടി. എന്തായാലും സംസാരിക്കുന്നത് എന്തായാലും ശ്രദ്ധയോടെ പറയുന്നത്. സർക്കാർ ജോലിയാണ്. എവിടെ നിന്ന് വിളിച്ച്? പഞ്ചായത്തിൽ നിന്ന്. തന്നെ ഓക്കെ. ഓ വരാ ശരി. നാളെ തൊട്ട്. പെർമനന്റ് ആണ് അതോ നിനക്ക് 6 മാസം? അതെ അതെ കൊടുക്ക. ഞാൻ ഇവിടെ കൊടുക്കാം. എന്നാ അപ്പം മനസ്സിലാക്ക്. ഹലോ, ഓ സാറേ പറ സാറേ. ആ ക്ലർക്കാട്ടാ? 6 മാസത്തേക്കാ? ഓ അത് ശരി, ഓക്കെ. എടി 6 മാസത്തേക്കാണ് പറഞ്ഞത്. കൊച്ചിന് പകരം എങ്കിൽ മോള് കയറി വാ, കുഴപ്പമില്ല, കയറി വാ. പോയത് ഓക്കെ അല്ലേ? ആ ഓക്കെ. 6 മാസം കഴിയുമ്പോ അറിയാം. ഇപ്പൊ മോള് ഏതായാലും കയറി വാ. ഓ ശരി. ഞാൻ